Assalamu Alaikum. Hello dear students. So today we are going to learn biology, the second chapter. Before entering the chapter, we say the dua for knowledge. Rabbi Asr, Walatu Asr, Watambim Bilhair, Wabikan Astainu Ya Fatahu, Rabbi Sidini Ilma, Rabbi Sidini Ilma, Rabbi Sidini Ilma. So we are learning the second chapter. Okay, what about the chapter? The chapter is about the digestive system. Okay, in the last class we were discussed about the different types of teeth and different parts of the teeth. Okay, so what is the function of the tongue? എന്താണ് ടങ് ചെയ്യുന്നത്? ടങ് ഹെൽപ്സ് ടു മാസ്റ്റിഗേറ്റ് ദ ഫുഡ് ഐറ്റം. ഓക്കെ, ആൻഡ് ഇൻ ടങ് ദർ ഈസ് ടേസ്റ്റ് ബഡ്സ് ഓൾസോ. ടങ്ങിൽ എന്തോ ഉണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലേ? ആ ടേസ്റ്റ് ബഡ്സ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് ദ ഡിഫറെൻറ്റ് ടേസ്റ്റ് സച്ച് ആസ് സോറ്, ബിറ്റർ, അങ്ങനെ സ്വീറ്റ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടങ്. ആൻഡ് ദർ ആർ in tongue there are chemoreceptors or the taste buds are present. Chemoreceptors അല്ലെങ്കിൽ അവിടെ എന്താ ഉണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലേ? chemoreceptors or the taste buds are present in the tongue, and tongue help to masticate the food. Okay, tongue and teeth help to masticate the food. So നമ്മൾ in this class we are going to discuss about the saliva. Saliva is present where? Saliva എന്ന് പറഞ്ഞാൽ എന്താ? ഉമിനീര് അല്ലേ? Saliva is present inside the mouth. മൗത്തിൻ്റെ അകത്ത് നമ്മുടെ ഇൻസൈഡ് ദ മൗത്തിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സലൈവ. സോ ഹൗ ദിസ് സലൈവ ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ അല്ലേ? ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ സലൈവ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഓക്കെ, വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദാറ്റ്. Okay, so our mouth waters the moment when we eat tasty food. നമ്മൾ ടേസ്റ്റി ഫുഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ ടങ് ഫിൽഡ് വിത്ത് വാട്ടർ അല്ലേ? നമുക്ക് അപ്പോൾ എന്ത് ചെയ്യും? നമുക്കത് ഭയങ്കരമായിട്ട് നാവിൽ വെള്ളം ഊറും അല്ലേ? അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ദെയർ സെക്രീറ്റ്സ് ദ സലൈവ. അവിടെ അല്ലെങ്കിൽ ദെയർ പ്രൊഡ്യൂസ് ദ സലൈവ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ദെർ ആർ 3 pairs of salivary glands in the mouth. മൗത്തിൽ എത്ര പേയേഴ്സ് സലൈവറി ഗ്ലാൻസ് ആണുള്ളത്? 3 pairs salivary glands ആണുള്ളത്. There are 3 pairs of salivary glands present in the mouth. And the saliva secreted from the salivary glands. അപ്പോൾ സലൈവയിൽ നിന്നാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻസിൽ നിന്നാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? സലൈവ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പേയേഴ്സ് സലൈവറി ഗ്ലാൻസ് ഉണ്ട്? There are 3 pairs of salivary glands present in the സലൈവ. സലൈവയിൽ എത്ര സലൈവറി ഗ്ലാൻസ് ആണുള്ളത്? 3 സലൈവറി ഗ്ലാൻസ് ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് മ്യൂക്കസ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? മ്യൂക്കസ് ഉണ്ട്. ദെൻ എന്താണുള്ളത്? എൻസൈംസ് ആയിട്ടുള്ള സലൈവറി അമിലേസും അതുപോലെ തന്നെ ലൈസോസൈമും. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മുടെ സലൈവറി ഗ്ലാൻസിനകത്തുള്ള 3 കണ്ടൻറ്റുകളെന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ഇൻ ദ സലൈവറി ഗ്ലാൻസ് കണ്ടെയ്ൻസ് മ്യൂക്കസ് ഉണ്ട്, ദെൻ സലൈവറി അമിലേസ് ഉണ്ട്, പിന്നെന്താണ്? ലൈസോസൈം ഉണ്ട്. ദ ലൈസോസൈം ആൻഡ് സലൈവറി അമിലേസ് ഈസ് ദ എൻസൈംസ്. സലൈവറി അമിലേസും ലൈസോസൈംസും എന്താണ്? എൻസൈംസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നും എങ്ങനെ ഹൗ ദിസ് മ്യൂക്കസ്, സലൈവറി അമിലേസ് ആൻഡ് പിന്നെന്താണ്? ലാസ്റ്റ് ലൈസോസൈം ആൻഡ് സലൈവറി അമിലേസ് ആർ എൻസൈം ആൻഡ് ദർ ആർ സർട്ടൻ ഫങ്ഷൻസ് ഓൾസോ. അതിനെന്തോ ഉണ്ട്? ചില ഫങ്ഷൻസും ഉണ്ട്. അപ്പം നമുക്കത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ മ്യൂക്കസ്. What is the function of this mucus? Mucus makes the food slimy. വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നു അല്ലേ? So mucus makes the food slimy and it can be swallowed. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാലോ ചെയ്യാൻ പറ്റും. ഓക്കെ, mucus makes the food slimy. ഫുഡിനെ എന്താക്കി മാറ്റുന്നു? വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നു. ആൻഡ് ദെൻ ലൈസോസൈം ആൻഡ് സലൈവറി അമിലേസ് ആർ എൻസൈംസ് ആണ്, രാസാഗ്നികൾ എന്ന് പറയും. ഓക്കെ, സോ ലൈസോസൈം ആൻഡ് സലൈവറി അമിലേസ് ആർ എൻസൈംസ് ആൻഡ് ലൈസോസൈം ഡിസ്ട്രോയ് ദ ജേംസ്. ഓക്കെ, എന്തിനെ? ഫുഡിനകത്തുള്ള ലൈസോസൈം ഡിസ്ട്രോയ് ദ ജേംസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റം. If any germs present in the food item, the lysozyme destroy it. ലൈസോസൈം എന്ത് ചെയ്യുന്നു? അതിനെ നശിപ്പിക്കുന്നു. ദെൻ സലൈവറി അമിലേസ് ഈസ് ഓൾസോ എ എൻസൈം ആൻഡ് ദിസ് സലൈവറി അമിലേസ് എന്ത് ചെയ്യുന്നു? പാർഷ്യലി കൺവേർട്സ് സ്റ്റാർച്ച് ടു maltose. We know that in food item there is starch and the salivary amylase partially converts the starch to maltose. സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. വിച്ച് എൻസൈം കൺവേർട്സ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്? സലൈവറി അമിലേസ്.
ഓക്കെ. ആൻഡ് മാൾട്ടോസ് ഈസ് എ ഫോം ഓഫ് ഷുഗർ. മാൾട്ടോസ് എന്ന് പറയുന്നത് എന്താണ്? ഷുഗറിൻ്റെ ഒരു ഫോമാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, വെൻ വി ച്യൂ ദ ഫുഡ്, ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, ച്യൂ ചെയ്യുന്നതിന് ശേഷം കുറേ നേരം നമ്മളിങ്ങനെ ച്യൂ ചെയ്താൽ വി ഫെൽറ്റ് എ സ്വീറ്റി ടേസ്റ്റ് അനുഭവപ്പെടുന്നു. വാട്ട് ഈസ് ദ റീസൺ? ചോറൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈസ്, വി ച്യൂ ദ റൈസ് ഫോർ എ ലോങ് ടൈം, വി ഫെൽറ്റ് എ സ്വീറ്റി ടേസ്റ്റ് ദെയർ. What is the reason behind it? Because starch is converted into what? Starch is converted into sugar, or starch is converted to maltose. Starch നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ എന്താണുള്ളത്? സ്റ്റാർച്ച് ആണ്. This starch is converted to what? This starch is converted to maltose or a ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് സ്വീറ്റി ടേസ്റ്റ് അനുഭവപ്പെടുന്നത്. വി ഫെൽറ്റ് ദ സ്വീറ്റി ടേസ്റ്റ് വൈൽ chewing the rice. Okay, so this is about the saliva. Okay, what are the enzymes present in the salivary glands? Lysozyme and salivary amylase, and also mucus. Mucus makes the food slimy. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? സലൈവയ്ക്കുള്ള ദ പാർട്ട് ഓഫ് സലൈവ ഓർ ദ റോൾ ഓഫ് സലൈവ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. സോ നമ്മൾ പ്രോസസ് ഡൈജഷൻ ആരംഭിക്കുകയാണ്. അവർ ഡൈജഷൻ ഈ സ്റ്റാർട്ട് ഫ്രം ദ മൗത്ത് ഓർ ദ ബക്കൽ ക്യാവിറ്റി. മൗത്തിലും ബക്കൽ ക്യാവിറ്റിയിലുമാണ് നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇത് എന്ത് ചെയ്യുന്നു, ഈസോഫാഗസിലൂടെ എന്ത് ചെയ്യുന്നു, സ്റ്റൊമക്കിലെത്തുന്നു. ത്രൂ ദ ഈസോഫാഗസ് ദ ഫുഡ് റീച്ചസ് ടു ദ സ്റ്റൊമക്ക്. ഈസോഫാഗസ് വഴി എവിടെ എത്തുന്നു? ഫുഡ് സ്റ്റൊമക്കിലെത്തുന്നു. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ഏനസ്, ദർ ആർ ഡിഫറെൻറ്റ് പാത്ത് വേ. അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫുഡ് കറക്റ്റായിട്ട് ഹൗ ദ ഫുഡ് റീച്ചസ് ടു ദ ഈസോഫാഗസ്, എങ്ങനെയാണ് ഈ ഫുഡ് ഈസോഫാഗസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ട്, ബട്ട് ദ ഫുഡ് കറക്റ്റ്ലി റീച്ചസ് ടു ദ ഈസോഫാഗസ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഇതിന് കറക്റ്റായിട്ട് ഈ ഫുഡ് ഐറ്റം ഈസോഫാഗസിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ടങ് കംപ്രസസ് ദ ഫുഡ്. അപ്പോൾ ടങ്ങിൻ്റെ റോൾ എന്താണ്? ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ദ ഫോം ഓഫ് എ ബോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലൈറ്റ്. പാലൈറ്റിൻ്റെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ എന്തിൻ്റെയാണ്, പിന്നെ അണ്ണാക്കിൻ്റെ സഹായത്തോടു കൂടി ഫുഡിനെ എന്താക്കി മാറ്റുന്നു? ചെറിയ ചെറിയ സ്മോൾ ഉരുളകളാക്കി മാറ്റുന്നു. ഓക്കെ, സോ ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പാലൈറ്റ്. ഉണ്ണാക്കിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അണ്ണാക്കിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഈ ഫുഡിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. In the second step, there is a part called uvula. Uvula എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഓക്കെ, uvula closes the nasal cavity. അപ്പോൾ ഈ നേസൽ ക്യാവിറ്റിയിലൊന്നും ഫുഡ് എൻ്റർ ചെയ്യാതെ എന്ത് ചെയ്യുന്നു? uvula closes the nasal cavity that opens to the pharynx. ഇത് ഈ നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്? ഫാരിങ്സിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ uvula എന്ന് പറയുന്ന പാർട്ട്, the uvula closes the nasal cavity. uvula എന്ത് ചെയ്യുന്നു? നേസൽ ക്യാവിറ്റീനെ ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പം കറക്റ്റായിട്ട് ഫുഡ് എങ്ങോട്ട് തന്നെ പോകുമെന്നാണ് പറയുന്നത്? ത്രൂ ദ ഈസോഫാഗസിലേക്ക് പോകും. സോ എന്താണ് അവിടെ uvula ചെയ്യുന്നത്? uvula ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി. ഫുഡ് നേസൽ ക്യാവിറ്റിയിലോട്ടൊന്നും പോവാതെ എന്ത് ചെയ്യുന്നു? അതിനെ ക്ലോസ് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് uvula. ദെൻ പിന്നെന്ത് ചെയ്യുന്നു? ദ ടങ്ങിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് എന്താണ് ചെയ്യുന്നത്? അലൗസ് ദ ഫുഡ് മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ്. ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. അപ്പോൾ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ ഫുഡ് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്ത് പോകുന്നു ഇൻ ടു ദ ഈസോഫാഗസ്. എപ്പിഗ്ലോട്ടിസിലൂടെയാണ് എങ്ങനെ ഫുഡ് പോകുന്നത്? ത്രൂ ദ എപ്പിഗ്ലോട്ടിസ് ഫുഡ് റീച്ചസ് ടു ദ ഈസോഫാഗസ്. ഓക്കെ, എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു? അപ്പം എപ്പിഗ്ലോട്ടിസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എപ്പിഗ്ലോട്ടിസ് റൈസസ് എന്ത് ചെയ്യുന്നു? എന്തിനെ റൈസ് ചെയ്യുന്നു? ട്രക്കിയേനെ റൈസ് ചെയ്യുന്നു. ട്രക്കിയെ റൈസസ് അപ്പ് ബൈ ദ എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, അപ്പോൾ ക്ലോമപിതാനമാണ് എന്താണ് ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ദ ട്രക്കിയെ റൈസസ് അപ്പ് ആൻഡ് ക്ലോസ്ഡ് ബൈ ദിസ് പാർട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ട്രക്കിയെ കുറച്ചും കൂടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ആരാണ്? എപ്പിഗ്ലോട്ടിസ്. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഫുഡ് കറക്റ്റായിട്ട് ഈസോഫാഗസിൽ തന്നെ എത്തുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലേറ്റ്, ദെൻ uvula and also epiglottis. Okay, which are the part that involved in the process? ഈ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന പാർട്സ് ഏതൊക്കെയാണ്? We know that the food, first of all, the food എന്താണ് എന്താക്കി മാറ്റുന്നു? ഇത് ഫുഡ് with the help of palate, food is converted into small in the form of small balls with the help of palate. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? പാലേറ്റ്.
ഓക്കെ, പാലേറ്റ്. പിന്നീട് എന്ത് ചെയ്യുന്നു? ഉവ്യൂള. ഉവ്യൂള എന്ത് ചെയ്യുന്നു? ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റീനെ ക്ലോസ് ചെയ്ത് ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഫുഡിനെ കറക്റ്റായിട്ട് ഈസോഫാഗസിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഉവ്യൂള. ദെൻ ദർ ഈസ് അനദർ പാർട്ട് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്താണ് ചെയ്യുന്നത്? എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു? എപ്പിഗ്ലോട്ടിസ് റൈസസ് ദ ട്രക്കേ ആൻഡ് ദ ഫുഡ് കറക്റ്റ്ലി റീച്ചസ് ടു ദ ഈസോഫാഗസ്. ഈസോഫാഗസിലേക്ക് ട്രക്കേ ഉയർത്തിക്കൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? ഫുഡ് ഈസോഫാഗസിലേക്ക് തന്നെ ചെയ്യുന്നു. അപ്പോൾ വിച്ച് ആർ ദ പാർട്സ്? Palate, uvula and epiglottis are the three parts that involved in the process of digestion. Okay. So, which are the parts? Palate, uvula and epiglottis are the three parts. Okay. Then, എന്താണ് നമ്മുടെ ഫുഡ്? ഹാവ് യു അണ്ടർസ്റ്റാൻഡ് ദ റിലവൻസ് ഓഫ് സേയിങ് ദ ഫുഡ് വൺ ഷുഡ് ബി നോട്ട് ടോക്ക് വൈൽ ഹാവിങ് ഫുഡ്? ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? നമ്മൾ ടോക്ക് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഫുഡ് എൻ്റർ ഇൻ ടു ദ ട്രക്കിയയിലേക്ക് അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് ഫുഡ് എൻ്റർ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? നമ്മൾ വി ഡോണ്ട് ടോക്ക്. നമ്മൾ ഇൻ ദ ടൈം ഓഫ് ഹാവിങ് ഫുഡ് വി ഡോണ്ട് ടോക്ക്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? നമ്മൾ സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് ഇതെന്ത് ചെയ്യും? ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയയിലേക്ക് പോകാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. യു നോ ദാറ്റ് ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് ബൈ ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ദ വോൾസ് ഓഫ് ദ ഈസോഫാഗസ്. നമ്മൾ 7th വി ഓൾറെഡി ലേൺ ഇൻ ദ 7th സ്റ്റാൻഡേർഡ് ദാറ്റ് ഇസ് ദർ ഇസ് എ വേവ് ലൈക്ക് മോഷൻ ഇൻ ദ ഈസോഫാഗസ്. ദിസ് വേവ് ലൈക്ക് മോഷൻ ഇൻ ദ ഈസോഫാഗസ് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ പ്രോസസ്. അപ്പോൾ എന്തുണ്ട്? ഈസോഫാഗസിലൊക്കെ ഒരു വേവ് ലൈക്ക് മോഷൻസ് ഉണ്ട്. വേവ് ലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ തരംഗരൂപത്തിലുള്ള ഒരു മോഷനുണ്ട്. ദിസ് മൂവ്മെൻറ്റ്സ് ആർ കോൾഡ് പെരിസ്റ്റാൾസിസ്. ഈ ഈസോഫാഗസിലുള്ള എന്താണ്? ഈ വേവ് ലൈക്ക് മോഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ്. So what is peristalsis? It is the wave-like motion that present in the esophagus. Wave-like motion, esophagus-ലുള്ള ആ wave-like motion-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Peristalsis. Wave-like motion. Okay. So the wave-like motion is called peristalsis and it takes place the esophagus. Okay. ആൻഡ് എന്താണ് സംഭവിക്കുന്നത്? ഫുഡ് ഇൻസൈഡ് ദ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യാണ്. ഈസോഫാഗസ് കഴിഞ്ഞു. അപ്പോൾ ഫുഡ് എവിടെ നിന്ന് ആരംഭിച്ചു? അവർ ജേർണി ഓഫ് ദ ഫുഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് ഓർ ദ ബക്കൽ ക്യാവിറ്റി ആൻഡ് ഇറ്റ് റീച്ചസ് ടു ദ സലൈവറി ഗ്ലാൻഡ്സ് ഇൻ ദ ഈസോഫാഗസ്. ഫ്രം ദ ഈസോഫാഗസ് ദ ഫുഡ് ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദ സ്റ്റൊമക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഫുഡിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു? ഓക്കെ, ഒരു ജേർണിയാണ്, ഫുഡിൻ്റെ ഒരു ജേർണിയാണ് അവിടെ നടക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക് ടു ദ ഫുഡ്? ഫുഡിന് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കണം? ഓക്കെ, സോ ദ സ്ലൈറ്റ്ലി ഡൈജസ്റ്റഡ് ഫുഡ്. അപ്പോൾ സ്ലൈറ്റ്ലി ചെറുതായിട്ട് എന്ത് ചെയ്തു? ഫുഡ് ഡൈജസ്റ്റഡ് ആയി. ഓക്കെ, ദ സ്ലൈറ്റ്ലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ മൗത്ത് റീച്ചസ് ടു ദ സ്റ്റൊമക്ക്. റീച്ചസ് ടു വെയർ? റീച്ചസ് ടു ദ സ്റ്റൊമക്ക്. വെയർ ഫർദർ ഡൈജഷൻ ടേക്സ് പ്ലേസ്. സ്റ്റൊമക്കിലാണ് ഇനി അടുത്ത അതിൻ്റെ ബാക്കി ഡൈജഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഓൺ ദ ബേസിസ്. അപ്പോൾ അതറിയാമല്ലോ. പിന്നീട് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പെരിസ്റ്റാൾസിസ്, സ്റ്റൊമക്കിൽ പെരിസ്റ്റാൾസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള പിക്ചർ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ യു ലിസൺ ദാറ്റ്. ഓക്കെ, ആൻഡ് ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് വി നോ ദാറ്റ് ദർ ഈസ് എ വേവ് ലൈക്ക് മോഷൻ ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റൊമക്ക്. എന്ത് ചെയ്യുന്നു? ആ സ്റ്റൊമക്കിലുള്ള വേവ് ലൈക്ക് മോഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പെരിസ്റ്റാൾസിസ്. ആൻഡ് ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്ട്സ് ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. ഒരു പേസ്റ്റ് ഫോമിലാക്കി മാറ്റുന്നു, ഒരു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു ഈ പെരിസ്റ്റാൾസിസ്. ഫുഡിനെ എന്താക്കി മാറ്റുന്നു? ഫുഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് കോൾഡ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, and the special circular muscles, there is a special circular muscles present in the posterior part of the stomach retain the food for a specific period. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള സർക്കുലാർ മസിൽസ് ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിനകത്തായിട്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള സർക്കുലാർ മസിൽസ് ഉണ്ട്. ദിസ് സർക്കുലാർ മസിൽസ് ഹെൽപ്സ് ടു റീറ്റെയിൻ ദ ഫുഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. കുറച്ച് സമയം ഫുഡിനെ എവിടെ നിർത്താൻ സഹായിക്കുന്നു? ഈ സർക്കുലാർ മസിൽസ് സ്റ്റൊമക്കിൽ തന്നെ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഡിഫറെൻറ്റ് കമ്പൗണ്ട്സ് ഓഫ് ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. നമ്മുടെ പിന്നെ സ്റ്റൊമക്കിനകത്തായിട്ട് എന്താ ഉള്ളത്? ഇൻസൈഡ് ദ സ്റ്റൊമക്ക് ദെയർ ഈസ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് അല്ല, ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലേ? ഇതൊരു ജ്യൂസാണ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലുള്ള ഒരു ജ്യൂസാണ് എന്തെന്ന് പറയുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. സോ ദിസ് ഗ്യാസ്ട്രിക് ജ്യൂസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. ഓക്കെ, സോ സെക്രീറ്റഡ് ബൈ ദ ഗ്ലാൻഡ്സ് ഇൻ ദ സ്റ്റൊമക്ക് വി ഓൾസോ പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. അപ്പം സ്റ്റൊമക്കിനകത്തുള്ള ഗ്ലാൻഡ്സ് ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസൈഡ് ദ സ്റ്റൊമക്ക് ദർ ആർ സർട്ടൻ ഗ്ലാൻഡ്സ് ആൻഡ് ദിസ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസസ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിന് എന്താണ്ട്? ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ദർ ആർ സോ മെനി ഫങ്ഷൻസ് ഫോർ ദിസ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഒരുപാട്
ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ കമ്പോണൻസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, ദർ ആർ സർട്ടൻ കമ്പോണൻസ് ഫോർ ദിസ് ഗ്യാസ്ട്രിക് ജ്യൂസ്. നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ കമ്പോണൻസ് ആണ് ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉള്ളത്, അതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഡൈജഷനിൽ എന്താണ് ഈ കമ്പോണൻസ് ഇൻസൈഡ് ദ ഗ്യാസ്ട്രിക് ജ്യൂസ്, ദർ ആർ സർട്ടൻ ഫംഗ്ഷൻസ് ഫോർ ദിസ് കമ്പോണൻസ് ആൻഡ് വി ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് വാട്ട് ആർ ദ ഫംഗ്ഷൻസ്. ഓക്കെ, സോ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള ഒരു എൻസൈം ആണ്, അതിനകത്തൊരു കമ്പോണൻ്റ് ആണ് പെപ്സിൻ എൻസൈം. ഓക്കെ, പെപ്സിൻ എൻസൈം. ദെൻ പെപ്സിൻ എൻസൈം ഉണ്ട്. പിന്നീട് എന്തൊക്കെയുണ്ട്, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം. ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം. ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഓക്കെ, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം. ദെൻ വാട്ട് ഈസ് ദ അനദർ ടു കമ്പോണൻസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മ്യൂക്കസ്. അപ്പം നമുക്കറിയാം സ്റ്റൊമക്കിൽ എന്തോ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലേ. സോ നമ്മൾ വിശക്കുന്ന സമയത്തൊക്കെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് വരാറുണ്ട് അല്ലേ. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെന്താണുള്ളത്, മ്യൂക്കസ് അല്ലേ. മ്യൂക്കസ് എവിടെ ഉണ്ടായിരുന്നു, ഇൻസൈഡ് ദ മൗത്ത്. മൗത്തിൻ്റെ അകത്തായിട്ടും എന്തുണ്ടായിരുന്നു, മ്യൂക്കസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ മ്യൂക്കസ്. സോ വാട്ട് ആർ ദ കമ്പോണൻസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസ്. ഡൈജസ്റ്റീവ് ജ്യൂസിലുള്ള 4 കമ്പോണൻസ് ആണ് ഇതെന്ന് പറയുന്നത്. പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മ്യൂക്കസ്. ഓക്കെ, നമുക്കിതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ദിസ്. സോ പെപ്സിൻ എൻസൈം എന്ത് ചെയ്യുന്നു, കൺവേർട്സ് പ്രോട്ടീൻ ടു പെപ്റ്റോൺസ് പാർഷ്യലി. പ്രോട്ടീനിനെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെപ്റ്റോൺ. ഓക്കെ, സോ ഫുഡിലുള്ള പ്രോട്ടീൻസിനെ പെപ്സിൻ എൻസൈം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെപ്സിൻ എൻസൈം പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്റ്റോൺ പാർഷ്യലി. പാർഷ്യലായിട്ട് മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ടില്ല, പാർഷ്യലി, ഭാഗികമായിട്ട്. പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെപ്റ്റോൺ. ദെൻ ഗ്യാസ്ട്രിക് ലിപ്പേസ്. അപ്പോൾ ഗ്യാസ്ട്രിക്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഗ്യാസ്ട്രിക് ലിപ്പേസ്, ഡൈജസ്റ്റ് ഫാറ്റ്. ഫാറ്റ് പാർഷ്യലി, പാർഷ്യൽ ഡൈജഷൻ മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. ഡൈജസ്റ്റ് ഫാറ്റ് പാർഷ്യലി, അതും കൂടെ ഓർക്കുക, പാർഷ്യലി. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്തായിരിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ? ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ്സ്, ഡിസ്ട്രോയ് ജേംസ് ഇൻ ദ ഫുഡ്. ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു അല്ലേ. ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, ഡിസ്ട്രോയ് ജേംസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതുപോലെ തന്നെ pH റെഗുലേറ്റ് ചെയ്യുന്നു. pHനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഡിസ്ട്രോയ് ജേംസ്. ഓക്കെ, ഡിസ്ട്രോയ് ജേംസ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മ്യൂക്കസ്. മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ആക്ഷനിൽ നിന്ന് സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക്ക് വാൾ. പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക്ക് വാൾ. സോ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ കമ്പോണൻസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ gastric juice. It protects the stomach wall. Okay, so there are certain components that present in the gastric juice. Gastric juice is present inside the stomach. What are the components that present in the stomach gastric juice? That is pepsin enzyme, gastric lipase enzyme, hydrochloric acid and mucus are the different components that present inside the gastric juice. And pepsin enzyme converts protein to peptone partially. Then gastric lipase enzyme converts digest fat partially. Then hydrochloric acid destroyed germs and regulate the pH also. Then mucus protects the stomach wall from the action of gastric juices. Okay, so in this class we were discussed about the saliva and different enzymes that present in the saliva, and also discussed about the mucus, and then the components that present in the gastric juice. We were also discussed about the components that present in the gastric juice. Hope you have understand these concepts, and in the next class we will discuss about the travel of this food to the small intestine, large intestine and other parts of the digestive system. Now we can wind up. Thank you.